യുവതീവാക്കന്മാരുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അനവധി പ്രിയപ്പെട്ടവരുടേതായ ജീവിതത്തെ തകർത്ത ഘടകങ്ങളെ കുറിച്ച് നാം കാണുവാൻ കഴിയുന്നു. ഒരിക്കൽ ഒരു പോലീസ് ഓഫീസർ ചില പേരൻസുകളെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അവർക്ക് വേണ്ടിയിട്ട് ചില കൗൺസിലിംഗ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒരു 8 വയസ്സായ ഒരു സ്കൂൾ കുട്ടിയുടേതായ വേഗം പരിശോധിച്ചപ്പോൾ 4000-ഓളം വില വരുന്ന ഇലക്ട്രോണിക് ഷോക്ക് സിഗരറ്റ് അത് ഒരു കുഞ്ഞു പൈതലിന്റെ വേഗനകത്ത് ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചും അത് എവിടെ നിന്നാണ് സമ്പത്തുണ്ടായതും എങ്ങനെയാണ് അത് വാങ്ങിയതെന്നും മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്നുള്ളതായ ബോധ്യം കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗുകൾ പരിശോധിക്കണം. കാരണം നിങ്ങൾ അവർക്ക് വസ്ത്രം അലക്കി തേച്ച് നല്ലത് കൊടുക്കുന്നു, അവരുടെ ഇടേണ്ട ചെരുപ്പ് വരെ അവർക്ക് കൊടുക്കേണ്ട ആഹാരങ്ങളുടെ പാത്രങ്ങൾ കഴുകി കൊടുക്കുന്നു. പക്ഷേ ബാഗ് നിങ്ങളൊന്ന് പരിശോധിക്കണം. ബാഗിനകത്തുനിന്നാണ് ഇപ്രകാരമുള്ള ആ ഒരു സന്ദർഭം ലഭ്യമായതെന്ന് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം അത് ഓഫീസർ പറഞ്ഞു. 13 വയസ്സായ ഒരു പെൺകുട്ടി മരണപ്പെട്ടുപോയി. അവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ആ ബാഗിനകത്ത് നിന്ന് കിട്ടുവാനിടയായി. ആ ബാഗിനകത്ത് ആ ലഹരി വസ്തുക്കൾ മാത്രമല്ല കാണുവാൻ കഴിഞ്ഞത്, അതിൽ നിന്നൊരു കത്ത് കിട്ടി. ആ കത്ത് ഇപ്രകാരമാണ്: MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾക്ക് ഞാൻ അടിമയായി പോയി. അതിലൂടെ എന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടു. അത് വീഡിയോ ആയിട്ട് പിടിക്കുവാനിടയായി, അത് ഫോട്ടോസുകളായി എടുക്കുവാനിടയായി. അത് തന്നവർ ഇത് എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നെയും അനവധി പ്രാവശ്യം വീണ്ടും അവരുടേതായ ഇഷ്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി. പിന്നെ MDMA പോലുള്ളതായ മാരക വസ്തുക്കൾ എന്നിലൂടെ അനവധി പേരെ ആകർഷിച്ച് ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ സമ്പത്ത് കൈവരിപ്പാൻ വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്ന ഒരു അനുഭവത്തിലേക്കായി. ഇനി എന്റെ ഈ പ്രായത്തിൽ ഞാൻ സഹിക്കാമെന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള പീഡ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി മരണപ്പെട്ടു പോകുന്നതിന് മുമ്പേ എഴുതിയ കത്ത് കാണുവാൻ കഴിഞ്ഞു. അപ്പോ അപ്പനും അമ്മയ്ക്കും ഒരു നിർദ്ദേശ രേഖ നൽകിയിരിക്കുന്നു. ദൈവ ആശ്രയിത്തുള്ള മനുഷ്യൻ ദൈവത്തിൽ നിലനിൽക്കേണ്ടതിനായി അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കും